നമ്മുടെ താമരപ്പോട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാട്ടോ ഇത്. ഈ പുള്ളി വന്നിട്ട് പിന്നെ ഫാമിലിയും കൊണ്ടുവന്നു, പിന്നെ മക്കളായി, മരുമക്കളായി, അങ്ങനെ നമ്മുടെ താമരക്കുളം നിറയെ ഇതിൻ്റെ കുഞ്ഞുങ്ങളുമായി. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ശല്യമായിരുന്നു ഇവരെ കൊണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഇവരെ കൊണ്ട് ദോഷമൊന്നുമില്ല. കൊതുകിനെ പോലെ നമുക്ക് ഉപദ്രവകാരികളൊന്നും അല്ലല്ലോ. അതുപോലെ ചെടിക്കും ദോഷമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അവരായിട്ട് അങ്ങനെ അങ്ങോട്ട് ഓടിപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നേരത്തെ കണ്ട ആ ഒരു ക്ലിപ്പിങ്ങിനകത്ത് ഒരു താമര മൊട്ടും അതിൻ്റെ ബാക്കിലായിട്ട് കരിഞ്ഞിട്ടുള്ളൊരു താമരയും കണ്ടില്ലേ? ആ കരിഞ്ഞ താമരയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്ന താമരപ്പൂവ്. അത് ഉണങ്ങിയതാണിത്. അപ്പോൾ അതിൻ്റെ ഇതളുകൾ ഞാനെടുത്ത് മാറ്റി, കാറ്റ് വരുമ്പോൾ അത് പറന്ന് ഇവിടെയൊക്കെ ആകെ വൃത്തികേടാവും. അപ്പോൾ ഇതളുകൾ പറിച്ചെടുത്തിട്ട് ഉണങ്ങിയതായതുകൊണ്ട് അത് വേറെ ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അത് അവിടെ കിടന്ന് വളമായിക്കോളും. പിന്നെ ഈ കാണുന്നതാണ് അന്ന് ഞാൻ വെള്ളത്തിൽ കൂടെ തല പൊക്കിയത് പുതിയൊരാളും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ഇത്രയും സൈസിലായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇപ്പം നല്ല ചൂട് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇതുവരെ പൂക്കാതെയൊക്കെ മടിച്ച് നിന്നിരുന്ന ആൾക്കാരൊക്കെ ചെറിയ ചെറിയ ബഡ്ഡുകളൊക്കെ ആയിട്ട് വന്നു തുടങ്ങി. ആദ്യമായിട്ട് നമ്മുടെ താമര നടുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകുന്ന പൂക്കളെല്ലാം ചെറിയ പൂക്കളായിരിക്കും കേട്ടോ. ഹൈറ്റ് കുറവായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ പ്ലാന്റ് മെച്യൂർ ആവുന്നതിനനുസരിച്ചിട്ടാണ് തണ്ടിൻ്റെ നീളം കൂടി നല്ല ഹൈറ്റിൽ പോയിട്ട് പൂവുണ്ടാവുക കേട്ടോ. അത് ഒരുവിധം എല്ലാ താമരയ്ക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് 2-3 ഇലകൾക്ക് ബാക്കിലായിട്ട് 2 ബഡ്ഡും കൂടി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അത് ഞാൻ ഇത്ര ദിവസം അങ്ങനെ കണ്ടില്ലായിരുന്നു കേട്ടോ. അതും അത്യാവശ്യം വലുതായി തുടങ്ങിയിട്ടുണ്ട്. ഒരാളല്ല, 2 ആളാണ് കേട്ടോ ഉള്ളത്. ഒരേ വലുപ്പത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഒരേ സമയത്ത് തന്നെ 2-3 താമരയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അടിപൊളി ലുക്കായിരിക്കില്ലേ? ഞാൻ എന്തായാലും അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കാം കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരി വിരിയാനായിട്ടുള്ളൊരു പുറപ്പാടിലാന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് വിരിയുമെന്ന് വിചാരിച്ചത്, പക്ഷേ മുഴുവനായിട്ടായിട്ടില്ല. പതുക്കെ ഒന്ന് തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ നിറയെ മുത്ത് പിടിപ്പിച്ച പോലെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളറിൽ അകത്ത് സീഡ് പോഡ് പോലെയുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. അടുത്തുനിന്ന് പോയി മണപ്പിച്ച് നോക്കുമ്പോൾ നല്ല ഫ്രഷ് ഏലക്കയുടെ സ്മെല്ലാണ് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, താമരപ്പൂവിൻ്റെ സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഏലക്കയുടെ സ്മെല്ല് പോലെയാണ് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.